ഇങ്ങനെ ഒരു പഴമയിലുള്ള ചർച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാൽമനീർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് പൽമനീർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം വരുന്നത്. ഇതിലേക്ക് പോകുമ്പോൾ ജയിലാണെന്ന് തോന്നുന്നുണ്ട്. അതിനോട് ചാരിയിട്ട് മൂത്രമൊഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പഴമയിലുള്ള ഒരുപാട് ചർച്ചുകളൊക്കെ തന്നെ ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമാണ് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ. പഴമയുടെ ആ ഒരു ക്വാളിറ്റി തനതായ രൂപത്തിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഗ്രാമീണ ടൗണ് മനോഹരമാണ് കാണാൻ. ഓട്ടോയിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗ്യാപ്പ് വിളിച്ചു പോകുന്ന ഓട്ടോകളാണ്. ഒരു ജീപ്പിൽ കയറ്റുന്ന ആളുകളെ ഇവിടെ ഓട്ടോയിൽ കയറ്റും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. 15 പേരാണ് ഒരു ഓട്ടോയിലെ കണക്ക് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പാൽമനീർ എന്ന് പറയുന്ന പ്രദേശം ചിറ്റൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തിനോട് ചാരിയിട്ടാണ്. ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ആ ഒരു ടച്ചിങ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴും തെലുങ്കും ഇവിടെ സുലഭമായിട്ട് എല്ലാവരും സംസാരിക്കുന്നതുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദിയും സംസാരിക്കാം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. RTC ബസ് സ്റ്റാൻഡ്. കൊള്ളാം. മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ തന്നെ മുൻഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്തൂപം കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപാടിൽ നോക്കുമ്പോൾ തനതായ ഒരു ഗ്രാമീണ വ്യവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കെട്ടിടങ്ങളൊക്കെ തന്നെ ഷീറ്റ് കൊണ്ടുള്ള ചെറിയ കടകളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇതുപോലെ വർണ്ണപ്പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ചെറിയ ബസ് സ്റ്റാൻഡ്. ഗ്രാമീണ വ്യവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ്. ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ സൈഡിലൂടെ ഇതുപോലൊരു മാർക്കറ്റിലേക്കാണ് ചെന്നെത്തുന്നത്. അവിടെ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പൂക്കളും പഴങ്ങളും വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ, പൻമസാല പോലത്തെ സാധനങ്ങളും ഈ ഏരിയയിൽ ലഭ്യമാണ്. ചൂടുകൊണ്ടായിരിക്കാം താർപ്പായൊക്കെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ അടക്ക കൊണ്ടുള്ള വ്യത്യസ്ത ഇനം സാധനങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചു. അടക്കയിൽ ഇത്രത്തോളം വെറൈറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ വന്നപ്പോഴാണ്. ഇതിന്റെ കട്ടിങ്ങിൽ വരുത്തിയ മാറ്റമായിരിക്കാം ഈ ഒരു രൂപത്തിലേക്ക് അടക്കയെ മാറ്റിയെടുത്തത്. ബസ് സ്റ്റാൻഡിന്റെ ഏകദേശം കിടപ്പുവശങ്ങളൊക്കെ കൊള്ളാം. എങ്കിലും വലിയൊരു അപ്ഡേഷൻ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇരിപ്പിടങ്ങളൊക്കെ തന്നെ മനോഹരമായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ബസ്സുകളൊക്കെ തന്നെ അവിടെ ആയിട്ട് പാർക്കിംഗ് ചെയ്തതായിട്ട് കാണാം. അവിടങ്ങളിലൊക്കെ തന്നെ കടകളൊക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു സമയത്ത് തുറന്നതായി കാണാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഉച്ചയായതുകൊണ്ട് കച്ചവടക്കുറവ് കാരണമായിരിക്കാം. വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോഴും ഇതുപോലത്തെ ചെടികൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമാണ് ഇത് കണ്ടിരിക്കാൻ. അതിന്റെ ചുവട്ടിലായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ചൂടത്ത് ആ ഒരു തണുപ്പ് കിട്ടുമ്പോഴുള്ള ഫീലിങ്സ് വേറെ തന്നെയാണ്. തൊട്ടടുത്തായിട്ട് 5 രൂപക്ക് ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് കോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഗവൺമെന്റിന്റെയാണ്. നല്ല രുചികരമായിട്ടുള്ള ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടാറ്. മുന്നേ നമ്മൾ കഴിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കഫേ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഗവൺമെന്റിന്റെ സംരംഭമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ലൈനിലായിട്ട് നിൽക്കുകയാണ്. ഒരു ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇവിടെ പാത്രം കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം ലൈനിലായിട്ട് നിന്ന് ഇതുപോലെ വേണം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. വിവിധതരം സാധനങ്ങളൊക്കെ തന്നെ ഇതിന്റെ കൂടെ ഉണ്ട്. ഒരു കൂട്ടുകറി, ഒരു കറി, പിന്നീട് ഒരു അച്ചാർ എന്നുള്ള രൂപത്തിലാണ് ഇവിടെ നിന്നും നമുക്ക് ഫുഡ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നല്ല കട്ടിയുള്ള തൈരും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫുഡ് കൊടുക്കുന്ന ആന്ധ്ര സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ടോട് കൂടിയിട്ടാണ് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇതുപോലത്തെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാട് വിട്ടു കഴിഞ്ഞാൽ ചോറ് കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ചർച്ച് വരുന്നത്. 1899 ചർച്ചാണ് ഈ കാണുന്നത്.